അപ്പോൾ എൻ്റെ ഒരു മാല എൻ്റെ കഴുത്ത് ഇങ്ങനെ കുട്ടി പിടിച്ച് തള്ളി പിടിച്ച് കുറേ ദിവസത്തിൽ പുറത്തോട്ട് പോയി. അവിടെ ജംഗ്ഷനിൽ ഇത്ര ഇവരെല്ലാം പുറത്തോണ്ട് പോയി. പിന്നെ കുറേ ഒരു കാറുകാരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറേ പോയിട്ടുണ്ട്. പോലീസ് ഉടനെ എത്തി. സന്തോഷ് പീഡി അവിടെ പറിക്കുന്നേ പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പുറകെ വരും. അപ്പൊ മാല പോയെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പെട്ടെന്ന് പോസ്റ്റ് ഞാൻ എയർപോർട്ട് കൊണ്ടുവരും. ഉടനെ ഇമാർ കുത്തിത്തിരിച്ചെന്ന് അവർക്ക് കുത്തിത്തിരിച്ചത് ഈ റോഡെ കയറി പോയി. അവിടെ ചെന്നിട്ട് അവിടെ മറ്റേ റോഡിൽ കളി അടിയല്ല അവന്റെ കൈയല്ലേ അവൻ വീണപ്പോ അവന്റെ കൈ. എല്ലായിടവും വഴി ചോദിച്ചെത്തി അമ്മമാരുടെ മാല കവരുന്നതിൽ കിലാടിയായിരുന്നു കൊല്ലം ഇരവിപുരം സ്വദേശി ജാസർ സിദ്ദിഖ്. പക്ഷേ വാളക MLA ജംഗ്ഷനിൽ പൊട്ടിക്കാനെത്തിയ ഈ ഇരവിപുരത്തുകാരനും കൂട്ടരും ഇമ്മാതിരി പണി കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഉച്ചയ്ക്ക് 2 മണിയോടെ പതിവ് പോലെ പാവപ്പെട്ട അമ്മയുടെ അടുത്ത് ബൈക്കിലെത്തി ജാസറും കൂട്ടുകാരനും വഴി ചോദിച്ചു. പൊടുന്നനെ മാല പൊട്ടിച്ച് ഒറ്റ പോക്കായിരുന്നു. അപ്പോഴാണ് ജാസറിൻ്റെ കഷ്ടകാലത്തിനും മാല നഷ്ടപ്പെട്ട അമ്മയുടെ നല്ല കാലത്തിനുമായി റാന്നി ഡിപ്പോയിലെ KSRTC ഡ്രൈവർ സന്തോഷ് കാറുമായി അതുവഴി വന്നത്. അമ്മ വിവരം സങ്കടത്തോടെ സന്തോഷിനോട് പറഞ്ഞതോടെ കാറുമായി ജാസറിന് പിന്നാലെ പാഞ്ഞു. പിന്നീട് സിനിമ സ്റ്റൈലിലായിരുന്നു കാര്യങ്ങൾ. ഏറ്റുമുട്ടലിനൊടുവിൽ ജാസർ സിദ്ദിഖിനെ കീഴടക്കി. എന്നാൽ ബൈക്കോടിച്ചിരുന്ന കൂട്ടുകാരൻ രക്ഷപ്പെട്ടു. അപ്പോഴേക്കും ഓടിക്കൂടിയ നാട്ടുകാരും സന്തോഷം ചേർന്ന് ജാസറിനെ പിടികൂടി കൊട്ടാരക്കര പോലീസിലേൽപ്പിച്ചു. പ്രതിയുടെ കവർച്ചകളെപ്പറ്റിയും മറ്റ് പിടിച്ചുപറി കേസുകളെപ്പറ്റിയും ഇയാളുടെ ബന്ധവും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജാസർ സിദ്ദിഖിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്ത് ഉടൻ തന്നെ വലയിലാവുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. നോക്കിയേ ഇങ്ങോട്ട് നോക്ക് നേരെ നോക്ക് ഉച്ചയ്ക്ക് പരാക്രമത്തിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങോട്ട് നോക്ക് നീ